40 വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മസിലിൻ്റെ 1% വെച്ചിട്ട് ഓരോ വർഷവും കുറയും. നമ്മളത് നോക്കുമ്പോൾ ശരിയാണ്, പഴയ ആൾക്കാർ അല്ലെങ്കിൽ അപ്പൂമ്മനും അമ്മൂമ്മയൊക്കെ നമ്മൾ 90 അല്ലെങ്കിൽ 100 വയസ്സ് വരെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർക്ക് എത്ര സഹോദരങ്ങളുണ്ടായിരുന്നു? ഡോക്ടർ, അപ്പോൾ ഈ പണ്ടുള്ളവർക്ക് ഈ ഹാർട്ട് ഡിസീസ്, ക്യാൻസേഴ്സ്, അതുപോലെ കൊളസ്ട്രോൾ, ഷുഗർ, ഇങ്ങനത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. ഈ 40 വയസ്സ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളാണ്. കാരണം 40 എന്ന് പറയുന്നത് ഒരു സൈലൻറ്റ് ടേണിംഗ് പോയിൻ്റാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. കാരണം സ്ത്രീകളെ സംബന്ധിച്ച് ഈസ്ട്രജൻ എന്ന് പറഞ്ഞാൽ ഒരു കവച കുണ്ടലം പോലെയാണ്. കാരണം അവർ അത്രമാത്രം ആ ഈസ്ട്രജൻ കെയർ ചെയ്യുന്നുണ്ട്. നമസ്കാരം. 40 വയസ്സ് എന്നുള്ളത് എല്ലാവരും ഒരു ടേണിംഗ് പോയിൻ്റ് ആണല്ലോ. അതിപ്പോൾ ഫിനാൻഷ്യലി ആയാലും ഫാമിലി ആയാലും ഹെൽത്ത് വൈസ് ആയാലും 40 എന്നുള്ളത് എല്ലാവരുടെ ജീവിതത്തിലും ഒരു ടേണിംഗ് പോയിൻ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 40 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. നമ്മളുടെ കൂടെ ഇന്നുള്ളത് ഡോക്ടർ ബിൻഷാദാണ്. ഓക്കെ ഡോക്ടർ, അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ 40 ഇയർ എന്നുള്ള സബ്ജക്റ്റ് നമ്മൾ ചൂസ് ചെയ്തത്? എന്തുകൊണ്ടാണ് നമ്മൾ 40 എന്നുള്ള ഇയർ സെലക്ട് ചെയ്തതെന്നല്ലേ? അത് നല്ല ക്വസ്റ്റ്യനാണ്. നമുക്കറിയാം എല്ലാത്തിനും ഒരു എക്സ്പയറി പീരീഡ് ഉണ്ടല്ലേ. ഇപ്പോൾ നമ്മളൊരു കാർ വാങ്ങിയെന്ന് വെച്ചോ, അത് ഏകദേശം ഒരു 5 വർഷം നല്ല സ്മൂത്തായിട്ട് പോകും. അത് കഴിയുമ്പോഴത്തേക്ക് അതിന് ചില അറ്റകുറ്റപ്പണികൾ വരും. അതുപോലെ നമ്മളിനി ഒരു വീട് വെച്ചെന്ന് വെച്ചോ, ആ വീട് എത്ര നാൾ പോകും? ഒരു 20 വർഷം വരെ നല്ല സ്മൂത്തായിട്ടാണ് വീട് പോകുന്നത്. അത് കഴിയുമ്പോഴത്തേക്കിന് ചോർച്ച ഉണ്ടാവും, അല്ലെങ്കിൽ പലതരം പണികളുണ്ടാവും. അതുപോലെ ഇപ്പോൾ മനസ്സിലായില്ലേ? അതുപോലെ മനുഷ്യൻ്റെ ഒരു എക്സ്പയറി പീരീഡ് എന്ന് പറയുന്നത് എപ്പോഴും 40 വയസ്സാണ്. 40 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ബോഡിയിൽ പലതരം ചേഞ്ചസ് വരും. ഈ 40 വയസ്സ് വരുന്ന വെച്ച് കഴിഞ്ഞാൽ ബോഡി നമ്മളിനിപ്പോൾ എന്തൊക്കെ കാണിച്ചാലും ബോഡി ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ 40 വയസ്സ് കഴിഞ്ഞാൽ അങ്ങനെ ഇത് ബോഡി അഡ്ജസ്റ്റ് ചെയ്യില്ല. അതിന് പല റീസൺസ് ഉണ്ടാവും. പലപ്പോഴും ഹോർമോൺ ഷിഫ്റ്റാണ് മെയിനായിട്ടുള്ള റീസൺ, പ്രത്യേകിച്ച് അത് ഫീമെയിൽസിലാണ്. ഡോക്ടർ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 40 ഇയേഴ്സ് കഴിയുമ്പോൾ ആൾക്കാരിൽ ഈ ഡിക്ലൈൻ കണ്ടുവരുന്നത്? അതായത് ഒരു 40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി എന്താ ചെയ്യും? നമ്മുടെ മെറ്റബോളിസം നന്നായിട്ട് കുറയും. ഈ മെറ്റബോളിസം കുറയുന്നതനുസരിച്ച് നമ്മുടെ കൊഴുപ്പടിയുന്നത് കൂടും, നമ്മുടെ വെയിറ്റ് കൂടും. പ്രത്യേകിച്ചും വയറിന് ചുറ്റുമുള്ള കൊഴുപ്പാണ് കൂടുന്നത്. ഈ വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് കൂടിക്കഴിഞ്ഞാൽ അത് നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇങ്ങനെ ഓരോന്നോരോന്നായി വരുന്നത്. ഇനി മറ്റൊരു കണ്ടീഷനാണ് സാർക്കോപീനിയ. ഈ വേർഡ് കേട്ടിട്ടുണ്ടോ? സർക്കോപീനിയ, അതെനിക്ക് മനസ്സിലായില്ല സാർ, ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ സാർ? അതായത് സാർക്കോപീനിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിലിൻ്റെ ലോസാണ്. അതായത് 40 വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മസിലിൻ്റെ 1% വെച്ചിട്ട് ഓരോ വർഷവും കുറയും. നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബലം എന്ന് പറയുന്നത് ഈ മസിലാണ്. അപ്പോൾ 1% കുറയുന്നതനുസരിച്ച് നമ്മുടെ ബലം കുറഞ്ഞു വരും. നമ്മുടെ ബോഡിയുടെ വെയിറ്റ് പഴയതുപോലെ മസിൽസിന് താങ്ങാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ബോൺ ഡെൻസിറ്റി കുറയും. അത് പ്രത്യേകിച്ചും സ്ത്രീകളിലാണ്. മെനോപോസിന് ശേഷം അവർക്ക് ഫ്രാക്ചറിന് ചാൻസ് കൂടുതലാണ്, ബോൺ ഭയങ്കര വീക്കാവും. പുരുഷന്മാരിലും അതൊരു ഗ്രാജുവലായിട്ടൊരു ഡിക്ലൈൻ ഉണ്ടാകും. സ്ത്രീകളുടെ പോലെ അല്ല. സ്ത്രീകൾക്ക് ഈ മെനോപോസിന് ശേഷം നല്ല ഡ്രാസ്റ്റിക് ചേഞ്ചാണ് ബോൺ ഡെൻസിറ്റിയിൽ വരുന്നത്. പണ്ട് നമ്മളൊരു 50 വർഷമോ അല്ലെങ്കിൽ 100 വർഷമോ പുറകോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു 20 വയസ്സാകുമ്പോൾ ആൾക്കാർ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ ഒരു 22 വയസ്സ്. അത് കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി ഒരു വീട്, ഒന്നൊരു കുടുംബം കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വീടൊക്കെ വെച്ച് നേരത്തെ ജോലിയെ കണ്ടുപിടിക്കും. അതിനുശേഷം ഒരു 40 വയസ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പം കുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അവർ മുതിർന്ന ആൾക്കാരാവും. പക്ഷേ ഇന്ന് അതല്ല അവസ്ഥ. ഇന്ന് നമ്മൾ കല്യാണം കഴിക്കുന്നത് തന്നെ ഏകദേശം ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ട് ജോലിയൊക്കെ കിട്ടി ഒന്ന് സെറ്റിലായി വരാൻ തന്നെ ഒരു 40 വയസ്സ് എടുക്കും. ആ സമയത്ത് ചിലപ്പം കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ അല്ലേ. ഈ 40 വയസ്സ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളാണ്. കാരണം 40 എന്ന് പറയുന്നത് ഒരു സൈലൻറ്റ് ടേണിംഗ് പോയിൻ്റാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രാസ്റ്റിക് ഹോർമോൺ ഷിഫ്റ്റാണ്, പ്രത്യേകിച്ചും ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ. പലപ്പോഴും ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ ഈസ്ട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരീഡ്സ് അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ സംബന്ധിച്ചൊരു ഹോർമോൺ മാത്രമാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. സ്ത്രീകളെ സംബന്ധിച്ച് ഈസ്ട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കവച കുണ്ടലം പോലെയാണ്. കാരണം അവർ അത്രമാത്രം ആ ഈസ്ട്രജൻ കെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിയുടെ ഓരോ പാർട്ട് എടുത്താലും അതിൽ ഈസ്ട്രജന് നല്ല റോളുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ബ്രെയിനിലെ മെമ്മറി അല്ലെങ്കിൽ ഇമോഷൻസ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഒരു പരിധിവരെ ഈസ്ട്രജനാണ്. അതുകൊണ്ടാണ് ഈസ്ട്രജൻ കുറയുമ്പോൾ അല്ലെങ്കിൽ ഒരു മെനോപോസൽ ഏജിൽ അവർക്ക് മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ ഡിപ്രഷൻ, ആങ്സൈറ്റി ഇതൊക്കെ കൂടുതലായിട്ട് കാണുന്നത്. ഇനി ഈസ്ട്രജൻ്റെ റോള് വളരെയധികം ഉള്ളൊരു മറ്റൊരു അവയവമാണ് ഹാർട്ട്. നമ്മൾ പലപ്പോഴും ഒരു മെനോപോസിന് ശേഷമാണ് പലപ്പോഴും സ്ത്രീകളിൽ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് കേട്ടിട്ടുള്ളത് അല്ലേ. അതിന് മുന്നേ ഹാർട്ടിന് എന്തെങ്കിലും ഡിസീസ് ഉള്ളതൊന്നും ഫാമിലിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രക്ചർ അബ്നോർമാലിറ്റി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അല്ലാതെ ഒരു ഹാർട്ട് ഡിസീസ് സ്ത്രീകളിൽ വളരെ അപൂർവമാണ് മെനോപോസിന് മുന്നേ. പക്ഷേ മെനോപോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ചിലപ്പോൾ പുരുഷന്മാരെ കാട്ടിയും ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അത് ഈസ്ട്രജൻ കുറയുന്നതുകൊണ്ടാണ്. ഇനി മറ്റൊന്നാണ് ബോൺ ഡെൻസിറ്റി. സ്ത്രീകളിൽ പ്രത്യേകിച്ച് മെനോപോസിന് ശേഷം ബോൺ ഡെൻസിറ്റി വളരെയധികം കുറയുകയും ഫ്രാക്ചറിനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതും ഈസ്ട്രജൻ കുറയുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ ലിവറിലെ കൊളസ്ട്രോൾ സിന്തസിസ്, അതും ഈസ്ട്രജൻ്റെ റോളാണ്. അതിന് തൽഫലമായിട്ടാണ് ഈ കൊളസ്ട്രോൾ കൂടുന്നതും അതിൻ്റെ ഫലമായിട്ട് ഹാർട്ട് ഡിസീസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നതും.
അപ്പോൾ ഡോക്ടർ, ഈ പണ്ടുള്ള ആൾക്കാർക്ക് നല്ല ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്, ശരിയാണോ? ആ കേട്ടതിൽ പകുതി ശരിയാണ്. പണ്ടുള്ള ആൾക്കാർക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു, പക്ഷേ അവരുടെ ആയുസ് കുറവാണ്. കാരണം നമ്മൾ ഡേറ്റാസ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 60s എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ആയുസ് ഏകദേശം ഒരു 50-52 വയസ്സായിരുന്നു. എന്നാൽ ഇന്നത് ഒരു ഏകദേശം ഒരു 80-ലാണ് എത്തി നിൽക്കുന്നത്. അത്രമാത്രം മെഡിക്കൽ സയൻസ് വളർന്നു. അതിൻ്റെ ഫലമായിട്ട് എല്ലാവർക്കും നല്ല ആയുസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആരോഗ്യം പലപ്പോഴും ഇപ്പം കുറവാണ്. പക്ഷേ നമ്മളപ്പൂപ്പനമ്മയൊക്കെ ഒരു 100-90 വയസ്സ് വരെയൊക്കെ ജീവിച്ചിട്ടുണ്ട്. നമ്മളത് നോക്കുമ്പോൾ ശരിയാണ്. പഴയ ആൾക്കാർ അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മയൊക്കെ നമ്മൾ 90 അല്ലെങ്കിൽ 100 വയസ്സ് വരെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർക്ക് എത്ര സഹോദരങ്ങളുണ്ടായിരുന്നു? അത് നമ്മൾ ആലോചിക്കുന്നില്ല. കാരണം പണ്ട് നമുക്കറിയാം, പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1-2 തലമുറ ബാക്കിൽ പോയി കഴിഞ്ഞാൽ എത്ര അമ്മമാരൊക്കെ എത്ര പ്രസവിച്ചിരുന്നു? 10-15 പ്രസവിച്ചിരുന്നു. അതിൽ 4-5 പേര് പ്രസവത്തിൽ തന്നെ മരിക്കും. പിന്നെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ പലപ്പോഴും പല അസുഖങ്ങൾ വന്നിട്ട്, ഇപ്പം വസൂരി ഒന്നും മരിക്കുന്നവരുണ്ടാവാം, കോളറ വന്നിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ഡയബറ്റീസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ട് മരിക്കുന്ന ആൾക്കാരാണ് അധികം. കാരണം അന്നത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ചികിത്സയില്ല അന്ന്. കാരണം അങ്ങനെ ഇതൊക്കെ സർവൈവ് വന്ന കുറച്ച് പേരുണ്ടാവും. 15 പേരിൽ 2-3 പേരായിരിക്കും ഇതൊക്കെ സർവൈവ് ചെയ്ത് വരുന്നത്. ആ ആൾക്കാർ ഈ പറഞ്ഞതുപോലെ 100 വയസ്സ് വരെയൊക്കെ ജീവിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇന്ന് ഡിസീസൊക്കെ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കും, അതിനുള്ള ചികിത്സയുണ്ട്. കാരണം അന്ന് ഈ അൺഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരും ഇന്ന് ഒരു 75-80 വയസ്സ് വരെ ജീവിക്കുന്നുണ്ട്. ഡോക്ടർ, അപ്പോൾ ഈ പണ്ടുള്ളവർക്ക് ഈ ഹാർട്ട് ഡിസീസ്, ക്യാൻസേഴ്സ്, അതുപോലെ കൊളസ്ട്രോൾ, ഷുഗർ ഇങ്ങനത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു? നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് പലപ്പോഴും. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പലരും അഭിപ്രായപ്പെടുന്നതാണ് ഈ ഷുഗർ അല്ലെങ്കിൽ ക്യാൻസർ, ഹാർട്ട് ഡിസീസ് ഇതൊക്കെ ഇപ്പോൾ ഉണ്ടായതാണ്, പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു, എല്ലാവരും നല്ല ഹെൽത്തി ആയിരുന്നു എന്നൊക്കെ. പക്ഷേ നമ്മൾ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്ക്, അന്ന് ഇതൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നമ്മൾ ആയുർവേദം എടുത്തു കഴിഞ്ഞാൽ BC തന്നെ അതൊക്കെ BC എഴുതിയാണ്. ആ സമയത്ത് തന്നെ അതിൽ ഷുഗറിനെ കുറിച്ചും ക്യാൻസറിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പം അന്നേ ഇതൊക്കെ ഉണ്ട്, പക്ഷേ അന്നൊന്നും ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ട്രീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഡോക്ടർ, അപ്പോൾ ഈ പണ്ടത്തെ ആൾക്കാരുടെ ആരോഗ്യരഹസ്യം എന്തായിരുന്നു കറക്റ്റായിട്ട്? അതായത് ഞാൻ ഈ പണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരുപാട് പഴയ ആൾക്കാരല്ല, ഒരു 50 അല്ലെങ്കിൽ 100 വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ അന്നുള്ള ആൾക്കാർ ഫോഴ്സ്ഡ് ടു ഹെൽത്തി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലായിരുന്നു. അവരുടെ ആഹാര രീതി നോക്കിക്കഴിഞ്ഞാൽ അന്ന് പ്രോസസ്ഡ് ഫുഡില്ല, എല്ലാം ഹോൾ ഫുഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരൊന്ന് കഴിച്ചു. അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, അവർക്ക് നടന്നു പോയേ പറ്റുള്ളൂ, വണ്ടിയില്ല. ഇനി സ്ത്രീകളെ സംബന്ധിച്ച് വീട്ടിൽ ഒരുപാട് ജോലികളുണ്ടായിരുന്നു, നല്ല ഫിസിക്കൽ വർക്ക് ഉണ്ടായിരുന്നു അല്ലേ? നെല്ല് കുത്തണം, അല്ലെങ്കിൽ അരിയാട്ടണം, അരയ്ക്കണം, ഇതൊക്കെ നല്ല ഫിസിക്കൽ വർക്കാണ്. പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും മൂവ് ചെയ്യണം. അവർ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് പോകണമെങ്കിൽ ഒരുപാട് നടക്കേണ്ടി വരും. ഇന്നതൊന്നുമില്ല. പിന്നെ ഉറക്കത്തിൻ്റെ കാര്യം, അവർക്ക് നല്ല ഉറക്കം കിട്ടിയിരുന്നു. കാര്യം അന്ന് വേറൊന്നും ചെയ്യാനില്ല. അന്ന് ഇതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകളില്ല. ഇപ്പം നമ്മളെയൊക്കെ കുഞ്ഞുനാൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ TV ഒരു 9 മണിയാകുമ്പോൾ പിന്നെ TV പരിപാടിയൊന്നുമില്ല. മാക്സിമം ഒരു 9 മണി വരെയുള്ള പരിപാടികളേ ഉള്ളൂ. അതിന് ശേഷം ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് നല്ല ഉറക്കം കിട്ടുന്നില്ല. അതുപോലെ പഴയ ആൾക്കാർക്ക് സ്ട്രെസ് ലെവൽ വളരെ കുറവായിരുന്നു. പണ്ട് എന്തായിരുന്നു സ്ട്രെസ്സ്? ചിലപ്പം ആഹാരത്തിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ ആഹാരം കിട്ടുന്നുള്ള കാര്യത്തിൽ സ്ട്രെസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചെറിയ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവാം. ഇനി കുടുംബത്തിൻ്റെ പ്രശ്നം തന്നെ ആയാലും, സ്വന്തം കുടുംബത്തിൽ അല്ലെങ്കിൽ ചുറ്റുമുള്ള അയൽക്കാർ, അല്ലെങ്കിൽ ചെറിയൊരു വില്ലേജ്, അതിലുള്ള പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? പക്ഷേ ഇന്നെന്താണ്? നമ്മൾ രാവിലെ ന്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെയെങ്കിലും നടക്കുന്ന പീഡനം, അല്ലെങ്കിൽ കൊലപാതകം, അല്ലെങ്കിൽ ഡ്രഗ് യൂസ്, ഇതൊക്കെയാണ് പത്രത്തിൽ വരുന്നത്. അതെല്ലാം നമ്മൾ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇനി ഇൻ്റർനാഷണലി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇസ്രായേൽ പോയിട്ട് സിറിയയിൽ ബോംബിട്ടാലും, അല്ലെങ്കിൽ അമേരിക്ക എവിടെയെങ്കിലും യുദ്ധം ചെയ്താലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ സ്ട്രെസ്സിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ്സ് കൂട്ടുന്നുണ്ട്. ഇനി ഫിനാൻഷ്യൽ പ്രശ്നം നോക്കിക്കഴിഞ്ഞാലും പണ്ടെന്തായാലും നമുക്കൊരു ടെലിഫോൺ ബില്ലും ഒരു കറണ്ട് ബില്ല് ഇതായിരുന്നു അടയ്ക്കാനുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീടിൻ്റെ റെൻറ്റ്, അല്ലെങ്കിൽ ഫൈന്, ലൈസൻസ്, എത്ര അധികം ബില്ലുകൾ. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പൈസ ഇല്ലാതെ അല്ലെങ്കിൽ ജോലി ഇല്ലാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ വർക്ക് പ്രഷർ അതിൻ്റെ ഒരു സൈഡിൽ, ഇതൊക്കെ നമ്മുടെ ഹെൽത്തിനെ വളരെയധികം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ, അപ്പോൾ ഇന്നത്തെ ആൾക്കാർ ഹെൽത്തി ആയിട്ട് ജീവിക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതെ, ഇന്നത്തെ ആൾക്കാർ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ 4 പില്ലേഴ്സാണ് ഉള്ളത്. ഈ 4 പില്ലേഴ്സ് നമ്മൾ കറക്റ്റായിട്ട് നോക്കുക. ഒന്ന്, നമ്മൾ ഡയറ്റ് നന്നായിട്ട് ശ്രദ്ധിക്കുക. 2, എക്സസൈസ്. നമുക്കിന്ന് എക്സസൈസിന് നല്ല ഒരുപാട് അവസരങ്ങളുണ്ട്, അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. 3, നമ്മൾ നന്നായി ഉറങ്ങുക. 4, നമ്മൾ സ്ട്രെസ് ലെവൽ വളരെയധികം കൺട്രോൾ ചെയ്യുക. ഈ 4 കാര്യങ്ങൾ, അതാണ് നമ്മൾ ഇന്നത്തെ മെയിൻ സബ്ജക്റ്റ്. നമ്മൾ ഓരോന്നും വളരെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്കിനി ആഹാരത്തെക്കുറിച്ച് സംസാരിക്കാം. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ആഹാരത്തെക്കുറിച്ച് ഒരുപാട് അറിവുകളുണ്ട് അല്ലേ? പക്ഷേ പലപ്പോഴും അത് കോൺട്രവേഴ്സി ആയിരിക്കും. ചിലർ പറയും പാല് വളരെ നല്ലതാണ്, എല്ലാ ദിവസവും പാൽ കുടിക്കുക, വളരെ ഹെൽത്തിയാണെന്ന്. എന്നാൽ മറ്റു ചിലർ, അവരും ഡോക്ടേഴ്സ് എന്ന രീതിയിലാണ് വരുന്നത്, അവർ പറയും പാലിൽ നിറയെ ഹോർമോണാണ്, അത് കടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് കേടാണെന്ന് പറയും. ചിലർ പറയും ചിക്കൻ എല്ലാ ദിവസവും കഴിക്കുക,
ചിലർ പറയും ചിക്കൻ എല്ലാ ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരും. ഇങ്ങനെ നമ്മൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ് അല്ലേ? ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ നമുക്കിടയിൽ ഉണ്ടാവാൻ എന്താ കാര്യം? കാരണം നമുക്ക് ഫുഡിനെ കുറിച്ചുള്ള ബേസിക് നോളജ് ഇല്ല. നമ്മൾ കഴിക്കുന്ന ആഹാരത്തെക്കുറിച്ചുള്ള ആ ഒരു ബേസിക് നോളജ് പോലും പലപ്പോഴും പലർക്കും ഇല്ല. എന്താണ് കാർബ് അല്ലെങ്കിൽ എന്താണ് പ്രോട്ടീൻ എന്നൊന്നും പലർക്കും അറിയില്ല. ട്രംപിൻ്റെ മോളുടെ പേരെന്താണെന്നറിയോ? ഇവാങ്ക ട്രംപ്. അതറിയാമല്ലേ? പക്ഷേ കാർബോഹൈഡ്രേറ്റ് എന്താണെന്നറിയോ? എന്നാൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എന്താണ് ഈ ഒരു പയറെന്ന് പറയുന്നത്? കാർബോഹൈഡ്രേറ്റ് ആണോ അതോ പ്രോട്ടീൻ ആണോ? പയർ പ്രോട്ടീൻ അല്ലേ ആണെന്നാണ് തോന്നുന്നത്. കൺഫ്യൂഷനായില്ലേ? പ്രോട്ടീൻ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്. എന്നാൽ ഇത് രണ്ടും കൂടി ചേർന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണ്, നമുക്ക് ലോകത്ത് നടക്കുന്ന എല്ലാവരുടെയും ഈ അമേരിക്കൻ പ്രസിഡൻ്റ് എന്ന് മാത്രമല്ല പ്രസിഡൻറ്റിൻ്റെ മോളുടെ പേര് വരെ അറിയാം. പക്ഷേ നമ്മൾ ദിവസവും 3 നേരം കഴിക്കുന്ന ആഹാരത്തിൽ എത്രമാത്രം പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഫാറ്റ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇനി നമുക്ക് ബേസിക്കായിട്ട് ഓരോ കാര്യങ്ങളും നോക്കാം. ഒന്നാമത്തത് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ചോറ് അല്ലെങ്കിൽ അരി ആഹാരങ്ങൾ, ഗോതമ്പ്, പിന്നെ സ്റ്റാർച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസ്, അതായത് നമ്മൾ പൊട്ടറ്റോ അല്ലെങ്കിൽ മരച്ചീനി, കപ്പക്കിഴങ്ങ്, ഇതൊക്കെ എന്താണ്? കാർബോഹൈഡ്രേറ്റാണ്. അതുപോലെ പയറുവർഗ്ഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കാർബോഹൈഡ്രേറ്റും കുറച്ച് പ്രോട്ടീൻസുമാണ്. നമ്മുടെ ആഹാര രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഹാരം മെയിനായിട്ട് കാർബോഹൈഡ്രേറ്റാണ്. പണ്ടുള്ള അതേ രീതിയാണ് നമ്മളിന്ന് പിന്തുടരുന്നത്. പക്ഷേ പണ്ടുള്ള ആൾക്കാർക്ക് നല്ല ഫിസിക്കൽ വർക്ക് ഉണ്ടായിരുന്നു, നമുക്കതില്ല. ഈ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് നമുക്ക് എനർജി മാത്രമേ കിട്ടുന്നുള്ളൂ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, എനർജി മാത്രം. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആഹാര രീതി എടുത്ത് നോക്കിയേ, നമ്മൾ കാർബോഹൈഡ്രേറ്റാണ് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇഡലി സാമ്പാർ അല്ലെങ്കിൽ പുട്ടും പഴവും അല്ലേ? പ്രോട്ടീൻ വളരെ കുറവാണ്. ഇനി ഉച്ചയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് ചോറാണ്. രാത്രിയിൽ നമ്മൾ ഐറ്റം മാറ്റിയാൽ പോലും ചിലപ്പോൾ ചോറ് കഴിക്കും, ഇല്ലെങ്കിൽ ചപ്പാത്തി ആയാലും അത് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ആഹാരത്തിൽ 3 നേരവും മെജോറിറ്റി, അതിൻ്റെ ഒരു 70 to 80% കാർബോഹൈഡ്രേറ്റ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എനർജി മാത്രമേ തരുള്ളൂ. അതായത് നമ്മൾ കാറിൽ പെട്രോൾ അടിക്കുന്ന പോലെ. പക്ഷേ പണ്ടുള്ള ആൾക്കാർ നന്നായിട്ട് ഫിസിക്കൽ വർക്ക് ചെയ്യുമായിരുന്നു അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞത്. അന്ന് അവർക്ക് അത്രയധികം കാർബോഹൈഡ്രേറ്റ് വേണ്ടിയിരുന്നു. അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു കാറ് ഒരു ദിവസം 500 കിലോമീറ്റർ ഓട്ടം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫുൾ ടാങ്ക് എണ്ണ അടിക്കും. പക്ഷേ അതിന് 50 കിലോമീറ്റർ ഓട്ടം ഉള്ളെങ്കിൽ നമ്മൾ ഫുൾ ടാങ്ക് അടിക്കുമോ? ഇല്ല. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. പണ്ട് ഉള്ള കണക്ക് ഒരു ഫിസിക്കൽ വർക്ക് നമുക്കില്ല. പക്ഷേ നമ്മളിന്നും ആ ഒരു എമൗണ്ടിൽ എനർജിയുള്ള സാധനങ്ങളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എനർജി യൂസ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് ശരീരത്തിൽ കൊഴുപ്പായിട്ട് ശേഖരിക്കും. ഈ കൊഴുപ്പാണ് മിക്കവാറുള്ള എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസിനും കാരണം. അപ്പോൾ ഈ ബ്രൗൺ റൈസ്, റാഗി, മില്ലറ്റ് ഇതെല്ലാം ഹെൽത്തി ഫുഡ്സ് ആണോ? നമുക്കെപ്പോഴും ആഹാരത്തെ സംബന്ധിച്ച് വെളുപ്പ് വലിയ പേടിയാണല്ലേ? വെളുത്ത 5 വിഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഹെഡിങ് ഉണ്ടാവാം. ഷുഗർ, വൈറ്റ് റൈസ് അല്ലെങ്കിൽ മൈദ, ഇതിനൊക്കെ ആൾക്കാർക്ക് പേടിയാണ്. യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ക്ലിനിക്കിൽ ഒരാളിപ്പം ഡയബറ്റീസ് ഉണ്ടായി അല്ലെങ്കിൽ കൊളസ്ട്രോൾ വന്നു. അപ്പോൾ അവരെന്ത് ചെയ്യുക? നേരെ ചെന്നിട്ട് ആഹാരം മാറ്റും. എന്താണ്? വൈറ്റ് റൈസ് നേരെ മാറ്റിയിട്ട് ഒന്നുകിൽ ഗോതമ്പിലേക്ക് കൺവേർട്ട് ചെയ്യും, അതല്ലെങ്കിൽ റാഗി, മില്ലറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ അവർക്ക് പലപ്പോഴും ഒന്നും കഴിക്കാൻ പറ്റില്ല. അത് ഹെൽത്തിയാണ്, അത് കഴിച്ചാൽ കുഴപ്പമില്ല. വൈറ്റ് റൈസ് എന്തെങ്കിലും എന്തോ വലിയ പ്രശ്നമാണെന്ന രീതിയിലാണ് പലപ്പോഴും ആൾക്കാർ കണക്കാക്കുന്നത്. വൈറ്റ് റൈസ് അല്ലെങ്കിൽ റൈസ് റിഫൈൻ ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലോഞ്ചിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ബ്രൗൺ, അതായത് അതിൻ്റെ കവറിങ് ഉണ്ടെങ്കിൽ ഇത് അധികം നാൾ നിൽക്കില്ല. ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിനകം ഇത് ചീത്തയായി പോകും. നമുക്കെന്നറിയാം, നമ്മൾ കൃഷി ചെയ്തിട്ടല്ല നമ്മൾ കഴിക്കുന്നത്. നമ്മൾ നേരെ പഞ്ചാബിൽ നിന്നോ ആന്ധ്രയിൽ നിന്നൊക്കെ അരി അവിടുത്തെ ഫാർമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്ത് അത് ഇവിടെ നമ്മളെ ഗോഡൗൺ വഴി ഇവിടെ എത്തിച്ച് റേഷൻ കട വഴിയോ അല്ലെങ്കിൽ കടകൾ വഴിയോ വിതരണം ചെയ്ത് നമ്മളത് ഉപയോഗിച്ച് തീർക്കണം 1 വർഷത്തിനകം. ഇത് നടക്കുന്ന കേസാണോ? അല്ല. ഇനി നമ്മൾ ഇതിൻ്റെ തവിട് കളഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു 5 വർഷം വരെ ഇരിക്കും. അപ്പം ആൾക്കാർക്ക് ലാഭകരമാണ്, കർഷകർക്ക് ലാഭകരമാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ വിലയ്ക്ക് അരി ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ടാണ് ഇത് പോളിഷ് ചെയ്യുന്നത്. പോളിഷ് ചെയ്യുമ്പോൾ എന്താണ് അതിന് നഷ്ടപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വൈറ്റമിൻസ് നഷ്ടപ്പെടുന്നുണ്ട്, ഫൈബേഴ്സ് നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇവിടുന്ന് ആഡ് ചെയ്താൽ മതിയല്ലോ. നമുക്ക് ആഡ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക, ലെഗ്യൂംസ് കഴിക്കുക, അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങൾ കഴിക്കുക. അപ്പം ഈക്വലായി. അല്ലാതെ നമ്മൾ റാഗി അല്ലെങ്കിൽ മില്ലറ്റ് ഇങ്ങനെ നമുക്ക് വായ്ക്ക് രുചിയില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ആഹാരങ്ങൾ കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലി എത്ര നാൾ നമ്മളിത് കഴിച്ച് മുന്നോട്ട് പോകും? അപ്പോൾ ഞാൻ എപ്പോഴും പേഷ്യൻസിനോട് പറയുന്നത്, നിങ്ങൾക്ക് വായ്ക്ക് രുചിയായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കൂ. അല്ലാതെ എക്സോട്ടിക് ആയിട്ടുള്ള ആഹാരങ്ങൾ അല്ലെങ്കിൽ നമുക്ക് രുചികരമല്ലാത്ത ആഹാരങ്ങൾ കഴിച്ച് നമ്മുടെ ശരീരത്തെ പീഡിപ്പിച്ച് സ്ട്രെസ് ഉണ്ടാക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. എപ്പോഴും ക്വാണ്ടിറ്റിയിൽ ആണ് കാര്യം. നമ്മൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് എത്ര എനർജി ആവശ്യമുണ്ട് അത്രയും മാത്രം കാർബോഹൈഡ്രേറ്റ് കഴിക്കുക. ഇപ്പോൾ വൈറ്റ് റൈസ് ആയാലും മില്ലറ്റ് ആയാലും റാഗി ആയാലും എല്ലാം എത്രയാണ് നമുക്ക് എനർജി ആവശ്യമുള്ളത് ആ അളവിൽ മാത്രം കഴിക്കുക. ബാക്കി വെജിറ്റബിൾസോ പ്രോട്ടീനൊക്കെ കഴിക്കാം. നമ്മുടെ നാട്ടിലെല്ലാവരും കഴിക്കുന്ന പൊറോട്ടയാണ്.
അപ്പോൾ പൊറോട്ട അൺഹെൽത്തി ആണെന്നാണ് കേട്ടേക്കണത്. സാറിൻ്റെ അഭിപ്രായം എന്താണ് ഇതിനെപ്പറ്റി? അതൊരു വിരോധാഭാസമാണ്. മൈദ കൊണ്ടുണ്ടാക്കുന്ന പൊറോട്ടയ്ക്ക് മാത്രം ചീത്തപ്പേരുണ്ട്. ബിസ്ക്കറ്റ്, ബ്രെഡ്, നമ്മളിപ്പം എന്ത് കണ്ടാലും റൊട്ടി, അങ്ങനെ എന്ത് കണ്ടാലും അതൊക്കെ, അല്ലെങ്കിൽ ചപ്പാത്തി, ഇതെല്ലാം മൈദ വെച്ചാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അതിനൊന്നൊരു ഹെൽത്ത് ഇഷ്യൂസ് ഇല്ല. പൊറോട്ടയ്ക്ക് മാത്രം ഒരു ഹെൽത്ത് ഇഷ്യൂ, അല്ലെങ്കിൽ പൊറോട്ട കഴിക്കുന്നത് ആപത്താണ്, വയറ്റിൽ ചെന്നിട്ട് അത് പേപ്പർ പോലെ ഒട്ടിക്കിടക്കും, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അല്ലേ. അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ മൈദ കഴിച്ചാൽ പ്രശ്നമുണ്ടെന്നുള്ള കാര്യവും പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ മൈദയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, അത് പോളിഷ് ചെയ്യുന്നത് അതിൻ്റെ ലോഞ്ചിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അതും ഒരു വർഷത്തിനകം ചീത്തയായി പോകും. പക്ഷേ അവൻ്റെ തവിട് കളഞ്ഞ് അന്ന് പോളിഷ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്കത് 4-5 വർഷം ഉപയോഗിക്കാം. പിന്നെ പൊറോട്ട എന്ന് പറയുമ്പം അതിൽ എണ്ണ, ഡാൽഡയൊക്കെ ചേരുമ്പോഴത്തേക്ക് അതൊരു ആരോഗ്യ പ്രശ്നം തന്നെയാണ്. അതിപ്പം ചപ്പാത്തി ആയാലും അതിൽ ചേരുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ക്വാണ്ടിറ്റി മാക്സിമം നമ്മൾക്ക് എത്ര എനർജി വേണോ അതനുസരിച്ച് കുറയ്ക്കുക. ഇപ്പോൾ നിങ്ങൾ 3 പൊറോട്ട കഴിക്കുന്ന ഒരാളാണെങ്കിൽ 1 പൊറോട്ട കഴിക്കുക, ബാക്കി അതിനകത്ത് പ്രോട്ടീൻ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. അങ്ങനെ നമ്മളൊരു എന്താ പറയുക, ഒരു സമീകൃതമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് പ്ലേറ്റ് എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ കൊണ്ടുവരണം. അതിൽ നമുക്ക് പ്രോട്ടീൻ ഉണ്ടാവണം, ഫാറ്റ് ഉണ്ടാവണം, വെജിറ്റബിൾസ് ഉണ്ടാവണം. അതിൻ്റെ ഒരു പാർട്ടായിട്ട് മാത്രമേ പൊറോട്ട ഉണ്ടാവുള്ളൂ. അല്ലാതെ പൊറോട്ട ഒരു 80% പൊറോട്ട മാത്രം ആയിക്കഴിഞ്ഞാലാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാർബോഹൈഡ്രേറ്റ് ഫുഡ്സാണ് ഒഴിവാക്കേണ്ടത്? നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റിൽ ഒഴിവാക്കേണ്ടത് വെളുത്ത അരിയോ പൊറോട്ടയോ അല്ലെങ്കിൽ മൈദയൊന്നും അല്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഇൻഗ്രീഡിയൻ്റ് ഉള്ള ഫുഡ്. അതായത് നമ്മളിപ്പം ഒരു ബ്രെഡ് വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് വാങ്ങുന്നു, നമ്മളതിനകത്ത് ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് ഒരു 10ഓളം ഐറ്റംസ് ഉണ്ടാവും. ഫ്ലോർ ഉണ്ടാവും, അതിൻ്റെ കൂടെ വെജിറ്റബിൾ ഓയിൽസ്, അല്ലെങ്കിൽ നമ്മൾ കേട്ടില്ലാത്ത പലയധികം കെമിക്കൽസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ മാക്സിമം നമ്മൾ ഒഴിവാക്കുക. നമ്മളിപ്പോൾ മൈദ ആയാലും അല്ലെങ്കിൽ ചോറായാലും നമ്മൾ ജസ്റ്റ് അത് വാങ്ങുന്നു, നമ്മൾ കുക്ക് ചെയ്യുന്നു, അതിനിടയ്ക്ക് വേറെ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ആഹാരം നമ്മൾ കഴിക്കുക. പക്ഷേ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് എനർജിയാണ് വേണ്ടത് കാർബോഹൈഡ്രേറ്റിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്ര എനർജി ആവശ്യമുണ്ട് അതിനനുസരിച്ച് വളരെ തുച്ഛമായ അളവിൽ മാത്രം കാർബോഹൈഡ്രേറ്റ് കഴിക്കുക. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഒന്നുകൂടെ ആലോചിക്കുക. അതായത് നേരത്തെ കാറിന് 500 കിലോമീറ്റർ ഡെയിലി ഓട്ടം ഉണ്ടായിരുന്നു, അന്ന് ഫുൾ ടാങ്ക് അടിക്കും. പക്ഷേ ഇന്ന് 50 കിലോമീറ്റർ ഓട്ടം ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കുറച്ച് പെട്രോൾ അടിച്ചാൽ മതി. ബാക്കി ഇനി അടുത്ത എപ്പിസോഡിൽ പറയാം. അതുവരേക്കും ബൈ.